So again, the last class we learned our new lesson is some match the following, and today we are going to discuss the simple past tense. Now, Miss a video send cheyidirunno. Aa videos aarake kandu? Kandilla. Last week kandilla? Last week kandirunno? രണ്ട് പ്രാവശ്യം മിസ് ആ വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ട് വരാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി അതിൻ്റെ ബാക്കിയോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. Okay, the simple past tense means the last the lesson we learned the simple present tense. Simple present tense ആണ് നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം. ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് simple present tense ഉപയോഗിക്കുക. And today we have listen. Today we are going to learn the simple past tense. Simple past tense means കഴിഞ്ഞു പോയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ദ ലാസ്റ്റ് ഇൻ ദ ഏർലി മോർണിംഗ്, ഇന്ന് രാവിലെ കഴിഞ്ഞു പോയ കാര്യം, ആൻഡ് ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ കഴിഞ്ഞ കാര്യം, ലാസ്റ്റ് വീക്ക്, കുറേ ലാസ്റ്റ് കഴിഞ്ഞ വീക്കിൽ കഴിഞ്ഞ കാര്യം, അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. ഓക്കെ, and when we make a word to the change to a simple past tense, ഒരു വേർഡ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ed ഉപയോഗിക്കും. അല്ലേ, ആ വീഡിയോയിൽ കണ്ടില്ലേ? ed, looked, watched. ചില വേർഡ് played, walked, jumped, gave ആണ്. ചില വേർഡ് നമ്മൾ അതിൻ്റെ ഫോം തന്നെ മാറും. ചില വേർഡിൻ്റെ ഫോം മാറും. ഈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ പറയുക, എയ്റ്റ് എന്നാണ്, എയ്റ്റ് മാറും. അപ്പം ചില വേർഡിൻ്റെ കൂടെ നമ്മൾ ed ഉപയോഗിക്കും. ചില വേർഡ് പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അതിൻ്റെ വേർഡ് തന്നെ മാറും. അത് നമുക്കിങ്ങനെ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ടുഡേ എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ഓർ സിമ്പിൾ പാസ്റ്റ്? ടുഡേ, സിമ്പിൾ പ്രസന്റ്. യെസ്റ്റർഡേ, സിമ്പിൾ പാസ്റ്റ്. ദെൻ ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ രാത്രി ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞത്. ലാസ്റ്റ് നൈറ്റ് പറയുമ്പോൾ പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ? ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ പാസ്റ്റ്. ദെൻ ലാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോഴോ, കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോഴോ, ലാസ്റ്റ് വീക്ക് പാസ്റ്റ് ടെൻസ്. ദെൻ ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് വീക്ക്, യെസ്റ്റർഡേ, ഇതൊക്കെ വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് കഴിഞ്ഞു പോയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. എന്ത് പറയാൻ? കഴിഞ്ഞു പോയ ഒരു കാര്യം. an action in a time before now. An action in a time before now. ഇപ്പോൾ കഴിഞ്ഞില്ല, ഇപ്പോൾ നടക്കുന്നതിന് മുമ്പ് നടന്നു പോയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ അപ്പോൾ യെസ്റ്റർഡേ ഈവനിങ് ഐ പ്ലേഡ്, അല്ലേ? ഐ പ്ലേഡ്, ഐ വാക്ക്ഡ്. ഇന്നലെ ഈവനിങ് ഐ വാക്ക്ഡ്, ലാസ്റ്റ് ഈവനിങ്, അല്ലേ? ഇന്നലെ വൈകുന്നേരം ഞാൻ നടന്നിരുന്നു. അപ്പോൾ മിസ് ഇവിടെ കുറച്ച് സിമ്പിൾ പ്രസൻറ്റും ആൻഡ് സിമ്പിൾ പാസ്റ്റും എഴുതാൻ പോവാണ്. ഓക്കെ, the first one is knock. First you listen. Knock എന്ന് പറയുമ്പോൾ ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണോ knock? സിമ്പിൾ പ്രസന്റ്. അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആവാൻ വേണ്ടിയിട്ട് എന്താ എഴുതാം? പാസ്റ്റ് ടെൻസ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? എൻ്റെ കൂടെ ed ചേർക്കും. So like all of you take your English page number 62, and the first one, the exercise A, underline the simple past tense verbs in the sentences. അവിടെ 5 sentences ഉണ്ട്. അതിൽ ആക്ഷൻ വേർഡ് പാസ്റ്റ് ടെൻസ് എപ്പോഴും വേർബിനാണ്
ഡൂയിങ് തിങ്സിനാണല്ലേ. അവർ ആക്ഷൻ വേർഡ്സിനാണ് എപ്പോഴും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉണ്ടാവുക. പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ഒക്കെ ആക്ഷൻസിനല്ല ഉണ്ടാവുക, നമ്മൾ ചെയ്യുന്ന കാര്യത്തിനാണ് ഉണ്ടാവുക. അപ്പോൾ ദ ഫസ്റ്റ് വൺ is last night. All of you look at your book. Last night father cooked dinner. അപ്പോൾ അതിൽ ആക്ഷൻ വേർഡ് ഏതാന്ന് പറഞ്ഞാൽ കുക്ക്ഡ് എന്നുള്ളത് അതിലെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ. കുക്കിന്റെ കൂടെ ഇ ചേർത്തു, അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആയി. ലാസ്റ്റ് ഡിന്നർ, ലാസ്റ്റ് നൈറ്റ് ആണ്. ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ടുഡേ ആണോ യെസ്റ്റർഡേ ആണോ ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ? യെസ്റ്റർഡേ. ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ യെസ്റ്റർഡേ, അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ കുക്ക് എന്നുള്ള വേർബിന്റെ കൂടെ ഇ ചേർത്ത് അത് പാസ്റ്റ് ടെൻസ് ആക്കി. And the next one, he prepared fruit salad. He prepared fruit salad. അതിലെ ഏതാ ആക്ഷൻ വേർഡ് ഏതാ? പ്രിപ്പയർ. അപ്പോൾ പ്രിപ്പയർഡ് ഇ ചേർത്ത് അതിനെ പാസ്റ്റ് ടെൻസ് ആക്കി. എന്തുകൊണ്ടാണ്? he prepared fruit salad. ലാസ്റ്റ് നൈറ്റ് ആണ് കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലാസ്റ്റ് നൈറ്റ് ചെയ്ത കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് പാസ്റ്റ് ടെൻസിൽ വന്നത്. And then third one, he boiled potatoes. Boil ആണ് ആക്ഷൻ വേർഡ്. അതിൽ ഇ ചേർത്ത് boil. Yes, underline the word boiled. He boiled potatoes. You finish? And the fourth one, he baked a pizza. Baked is the simple past tense verb. And fifth one is he poured orange juice into a jug. Poured. Ed, the word past word is poured. Underline the word poured. And the exercise B, complete these sentences with the simple past tense form of the verbs given in the bracket. Some verbs are there inside the bracket. You complete these sentences with the simple past tense form of the verb given in the bracket. അപ്പോൾ ബ്രാക്കറ്റിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വേർഡ്സിനെ നിങ്ങൾ എന്താക്കണം? എന്താക്കി മാറ്റണ്ടേ? ഇനി ചേർത്തിട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആക്കിയിട്ട് മാറ്റാം. ഓക്കെ. The first one is it dashed heavily yesterday. It ബ്രാക്കറ്റിൽ ഏതാ വേർഡ് ഉള്ളത്? ഇതാണ് ഇവിടെ. ഏതാണ് ബ്രാക്കറ്റിൽ വേർഡ് ഉള്ളത്? റെയിൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇനി ചേർത്തിട്ട് പാസ്റ്റ് ടെൻസ് ആക്കുക? റെയിൻ. ഓക്കെ. And number 2, she dashed quickly. ബ്രാക്കറ്റിലുള്ള വേർഡ് ഏതാണ്? walk. അപ്പോൾ എങ്ങനെ പാസ്റ്റ് ടെൻസ് ആക്കും? walked. ഇനി ചേർത്തിട്ട് പാസ്റ്റ് ടെൻസ് ആക്കുക. walked. And third one, they dashed the big box. The bracket push ഉണ്ട്. എങ്ങനെയാണ് പാസ്റ്റ് ടെൻസ് ആക്കും? pushed the big box. The fourth one, Mohan dashed loudly in class. Laugh ആണ് ബ്രാക്കറ്റ് ഉള്ളത്. laughed. Okay. And fifth one is we dashed Mumbai last month. Visited Mumbai last night. Next one is page number 64. You listen and complete these sentences. Okay, first all of you listen the passage. All of you listen carefully. Okay. Once upon a time, there was a sweet little girl. She always wore a red cloak. So, people called her Little Red Riding Hood. She lived on this side of the forest. Her grandmother lived on the other side of the forest. One day, Little Red set off to visit grandmother. Little Red had a basket with her. It was full of cakes, cookies, bread and butter. On the way, Little Red stopped to pick some pretty flowers from grandmother. Suddenly, she saw the big bad wolf before her. Oh, what will she do now? Okay, next one is, നമ്മൾ എപ്പോഴും
താങ്ക് യു എന്നൊക്കെ പറയാം? When we yes, when we are sorry for hurting someone. നമ്മൾ ഒരാളെ ഹേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ I am sorry. You say, try to speak in English. I am very sorry. When we hurt someone, we say sorry. When we hurt Zia also, I am sorry. Please, Iza, I am sorry. At that time, what you say? The Iza, what Iza says? Thanks. No problem. Also, thank you. Thanks. Okay. Okay. Here, when someone says sorry, we say thanks. Okay or thanks. All right. Okay. Then, when we hurt someone. When we hurt someone or somebody, we say, oh, sorry, I'm very sorry. Okay, no problem, thank you. All right, I'm all right, thanks, I'm all right. The other person said to us, thanks, all right. Yes, we say, I'm all right. And here, practice this dialogue. Okay, here, all of you practice this dialogue. I'm sorry, I can't come to your home today. Oh, that's okay. You can come tomorrow. And the second one is, I'm very sorry, I didn't bring your pencil. Oh, that's all right, don't worry. You practice, all of you practice these sentences. Listen and practice. Listen and practice, page number 64. The last part where the listen and practice, pronunciation. Okay, all of you listen carefully and you say, you listen how to pronounce all these words. Okay. The first word is fun. First, Hadraiba, look at your textbook and put your finger on the word, under the word. Fun. Fun. Look at your book, Ashmir. Fun. First you listen. First you listen. Fun. First you listen, my dears. Fun. Bus. Sun. Cup. Run. Tap. Nut. Up. Under, duck, lunch, uncle, umbrella, bunch. Once again, fun, bus, sun, cup, run, tap, nut, up, under, duck, lunch, uncle, umbrella, bunch. Okay, look at the next page. Listen and repeat. First you mum your mouth. First you mum your mouth. Okay, you don't say. Child, cheese, chin, chalk, chair, chocolate, cat, match, watch, bunch, lunch, branch. And you repeat. Child, cheese, chin, chalk, chair, chocolate, cat, match, watch, bunch, lunch, branch. Next one is writing section. In that section, you put the sentences in the correct order by numbering them 1 to 5. അപ്പോൾ disorder ആക്കിയിട്ടാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ അത് ഓർഡർ ആക്കിയിട്ട് നമ്പർ ഇടുക ബോക്സിൽ. Then write the sentences using them. Using these words. Write the sentences using these words. ആ ബ്രാക്കറ്റിൽ കുറച്ച് വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ സെൻറ്റൻസിനെ ഒരു ജസ്റ്റ് ഒരു പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, ദ വേർഡ്സ് ആർ ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ, ആഫ്റ്റർ ദാറ്റ് ആൻഡ് അറ്റ് ലാസ്റ്റ്. അപ്പോൾ ആ 5 സെൻറ്റൻസിനെ എവിടേക്കാണ് ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ, ആഫ്റ്റർ ദാറ്റ്, അറ്റ് ലാസ്റ്റ് കൊടുക്കേണ്ടത് നോക്കാം. Okay, അപ്പം എവിടെയാണ് at first? അവിടെ first one is gender. First, mother god ran home to her kids. അടുത്തത് അവിടെ next കഴിഞ്ഞിട്ട് അവിടെ എന്താ എഴുതണ്ടേ? next ഏത് സെന്റൻസ് എഴുതുക? ഫിസ. next she asked the kids to get along. She asked the kids. Write it down. Next, she asked the kids. Next, she asked the kids. Next, she asked